ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകൾക്ക് വിരാമമില്ല. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യ ശക്തമായ രീതിയിൽ പാകിസ്ഥാന് നൽകിയ തിരിച്ചടി ഇന്ത്യൻ സേനയുടെ പ്രകടനശേഷി വെളിവാക്കുന്ന തരത്തിലായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സൈനിക ഉദ്യോഗസ്ഥരും നരേന്ദ്രമോദി സർക്കാരും ഈ ആക്രമണങ്ങളെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. കക്ഷിഭേദമന്യേ ഇന്ത്യൻ സായുധ സേനയുടെ കഴിവുകൾ ഒരേ സ്വരത്തിൽ പ്രശംസിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് തക്കതായ മറുപടി നൽകാൻ കഴിഞ്ഞ സർക്കാരിന്റെ തീരുമാനവും ഏറെ പ്രശംസയ്ക്ക് പാത്രമായിട്ടുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാൻ കോൺഗ്രസിന്റെ നിലപാടിനും രാജ്യത്തിന്റെ നിലപാടിനും ഘടകവിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി വെട്ടിലായിരിക്കുകയാണ്. പൂനെയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ചവാൻ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ഇന്ത്യൻ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാൻ സേന വെടിവെച്ച് വീഴ്ത്തിയെന്നും അതിന്റെ ഫലമായി ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചുപോയെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. തൊട്ടടുത്ത ദിവസവും അദ്ദേഹം ഇതേ നിലപാട് ആവർത്തിച്ചു. ഇതോടെ BJP നേതാക്കളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങളാണ് ചവാന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. തന്റെ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്ന ചവാന്റെ നിലപാടിൽ പക്ഷേ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാനൊന്നും തെറ്റായി പറഞ്ഞിട്ടില്ല, അതിനാൽ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ചത്. താൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പക്ഷേ മാപ്പ് പറയില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. തെറ്റായ അഭിപ്രായമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന ചവാന്റെ നിലപാട് കോൺഗ്രസിനെ അപ്രതീക്ഷിതമായി പ്രതിരോധത്തിലാക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. ചവാന്റെ പ്രസ്താവനയ്ക്ക് BJP പാളയത്തിൽ നിന്ന് ശക്തമായ വിമർശനമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് അവസരവാദപരമായ ആരോപണങ്ങളിലേക്ക് വഴുതുകയാണെന്നും പാർട്ടി പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നുമാണ് BJPയുടെ കുറ്റപ്പെടുത്തൽ. പാർട്ടി വക്താവ് ഷെഹ്സാദ് പൂനാവാല ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്തതിലൂടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ മനോഭാവവും വ്യക്തമാകുന്നതായി പൂനാവാല ആരോപിച്ചു. സൈന്യത്തെ അപമാനിക്കുന്നത് കോൺഗ്രസിന്റെ പതിവായി മാറിയിരിക്കുന്നു. ഇത് ചവാന്റെ മാത്രം വാക്കുകളല്ല. രാഹുൽ ഗാന്ധിയും സമാനമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയും അദ്ദേഹവും ചവാനെ പോലെ ഉള്ളവർക്കെതിരെ നടപടിയെടുക്കാത്തത്. ഇത് അവരുടെ സൈന്യവിരുദ്ധ മനോഭാവം വ്യക്തമാക്കുന്നുവെന്നും പൂനാവാല പറഞ്ഞു. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും വിഷയത്തിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെ അപമാനിക്കാൻ ആർക്കും അവകാശമില്ലെന്നും അങ്ങനെ ചെയ്യുന്നവർക്ക് രാജ്യത്തിന്റെ താല്പര്യം മനസ്സിലാകില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സേനയെ അപമാനിക്കുന്നത് കോൺഗ്രസിന്റെ ശീലമായി മാറിയിരിക്കുന്നു എന്ന് പറയാനും അദ്ദേഹം മടിച്ചില്ല. ചവാന്റെ പ്രസ്താവന കോൺഗ്രസിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. രാജ്യ താല്പര്യമനുസരിച്ച് ചവാന്റെ വാക്കുകളെ തള്ളിക്കളയുക എന്നത് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ചെയ്യാൻ കഴിയുന്നത്. ചവാനെതിരെ പാർട്ടി നേതൃത്വം നടപടിയെടുക്കുമോ എന്ന് പറയാനാവില്ല. ചവാൻ വ്യക്തമായ തെളിവുകളോടെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പാർട്ടി അന്വേഷിക്കുന്നുണ്ടാകും. എന്ത് തന്നെയായാലും ഓപ്പറേഷൻ സിന്ദൂറിനെ ചൊല്ലിയുള്ള ഈ വിവാദം ദേശീയ സുരക്ഷയും സൈന്യത്തിന്റെ പ്രതിച്ഛായയും മുൻനിർത്തി പാർലമെന്റിലും പുറത്തും വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമെന്ന സൂചനകളാണ് നൽകുന്നത്. പാർലമെന്റിൽ ഈ വിഷയം കത്തിക്കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണകക്ഷിയായ BJP ഈ പ്രസ്താവനയെ വലിയ ആയുധമാക്കി കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുമെന്നതിലും സംശയം വേണ്ട.